ഗിയർ ഇട്ടിട്ട് ചിലപ്പോൾ ആഡ് ബ്ലൂവിൻ്റെ വരാറുണ്ട് കേട്ടോ. ഏഷ്യറിന് ആഡ് ബ്ലൂ കുറവാണെങ്കിൽ വണ്ടി മൂവ് ആകത്തില്ല, വണ്ടി പമ്മി വയ്ക്കും. പക്ഷെ ഇത് തീരെ അനങ്ങുന്നില്ല. മറ്റേ ആഡ് ബ്ലൂ കുറയുമ്പോൾ ഒരു അനക്കെങ്കിലും വരുമല്ലോ. ഇതിപ്പോൾ എഞ്ചിനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പോലെയാണ് കേട്ടോ. ഗിയർ ഇട്ടിട്ട് ക്ലച്ച് റിലീസ് ആകുമ്പോൾ വണ്ടി മൂവ് ആവുന്നില്ല, ഓഫ് ആവുന്നില്ല. ക്ലച്ചിൻ്റെ ആവാനാണ് ചാൻസ് എന്നാണ് തോന്നുന്നത്. വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വന്നിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ക്ലച്ച് ചവിട്ടി നോക്കിയവർ, ക്ലച്ച് ചവിട്ടി നോക്കിയപ്പോഴത്തേക്ക് ക്ലച്ചൊന്നും ആവുന്നില്ല. നമ്മളെ മൊത്തം ഇരുട്ടായിപ്പോയി. നമ്മൾ അവിടെ നിന്ന് വീണ്ടും വന്നു കേട്ടോ. വീണ്ടും വന്നിട്ട് പിന്നെയും പോയി. ഇത് എത്ര കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് ഒരു സാധനം ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇരുട്ടാണെങ്കിലും ഞാൻ കാണിച്ചു തരാം. ഇത് ക്ലച്ച് ബൂസ്റ്റർ എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ. ഇത് മാറേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അത് നമ്മളിപ്പോൾ കമ്പനിയിൽ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവർ അപ്രൂവൽ തന്നു കഴിഞ്ഞാൽ ഇത് മാറണം കേട്ടോ. ഇത് അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ച അതേ സ്ഥലത്ത് നിന്നുകൊണ്ട് പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു, ഉച്ചയ്ക്കാണ് ഇവിടെ വന്നത്. അപ്പം ഇതുവരെ നമുക്ക് ലോഡൊന്നും ആയില്ല കേട്ടോ. സമയം 5:45. മിക്കവാറും ഇന്ന് ലോഡാവാൻ ചാൻസ് ഇല്ല. അത് അങ്ങനെയാണല്ലോ, നമുക്ക് രാവിലെയാണ് കുറച്ചും കൂടെ ചാൻസ്. ഞങ്ങൾ അവിടെ നിന്ന് വന്ന് ലേറ്റ് ആയതുകൊണ്ടാവാം നമുക്ക് ലോഡായില്ല. ചിലപ്പോൾ മിക്കവാറും ഇന്ന് നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ ആയിരിക്കും നമ്മൾ പോകുക. അപ്പോൾ നമ്മളിന്ന് ഓടാതെ തന്നെ നമ്മൾ ഇന്ന് ഈ വണ്ടിയിൽ തന്നെ നമ്മൾ സ്റ്റേ ചെയ്യും. കാരണം നമ്മൾ ഇനി വീട്ടിൽ കൊല്ലംകോട്, പാലക്കാടാണ് കുറച്ചും കൂടെ എളുപ്പം പോകാം. കൊല്ലംകോട് പോകാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കൊല്ലംകോടോട്ട് പോകുന്നില്ല, പകരം ഇവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് മിക്കവാറും ഇന്നിന് രാത്രി ലോഡാവുമെന്ന് അറിയത്തില്ല. ഇൻ കേസ് അവർ വിളിക്കുകയാണെങ്കിൽ രാത്രി പോവും, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഇന്ന് നമ്മൾ നിൽക്കും കേട്ടോ. ഇന്നത്തെ ദിവസം തന്നെ ഒരു ഇതായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നല്ല മഴമേഘമൊക്കെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇതൊരു 10 വീല് കണ്ടെയ്നറാണ്. ഇത് നമ്മളെ വണ്ടിയാണ് 6 വീല്. ഇത് 20 ഫീറ്റ് വണ്ടി. നമ്മൾ ഓടുന്ന വണ്ടി ഇതാണ് കേട്ടോ. നമ്മൾ ഓടിയില്ല ഇതുവരെ. ഓടുന്ന വണ്ടി എന്ന് പറയാം, ഓടാൻ പോകുന്ന വണ്ടി 32 ഫീറ്റ് വണ്ടി. പിന്നെ അങ്ങോട്ടൊക്കെ കുറേ വണ്ടികളുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ പാർക്കിംഗ് ഗ്രൗണ്ട് എന്ന് പറയുന്നുണ്ട്. വിശാലമായ സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ തന്നെ നടക്കുന്നത്. ഇവിടെ ഈ വണ്ടിയിലൊന്നും ആൾക്കാരൊന്നും ഇല്ല, അവരൊക്കെ വീട്ടിൽ പോയി കാണും. ഇവിടെയൊക്കെ തന്നെ ഉള്ളവരായിരിക്കും. ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ വന്നതിന് ശേഷം പിന്നെ വണ്ടിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയില്ല, മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഇവിടെയാണ് ഇന്ന് ലോറിയിൽ. ആദ്യമായിട്ട് വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. പണ്ടത്തെ വീഡിയോ ഓർമ്മ വരുന്നത് എനിക്ക്, അതേ കളറും നമ്മൾ കറുപ്പ് വണ്ടിയുടെ അതൊരു ലുക്കായിരുന്നു. ഇത് വേറെ ലുക്ക്. അപ്പോൾ ആതിര ഇവിടെ നിൽക്കുന്നു. നമ്മൾ എന്ത് അറിയോ, സമയം കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് വന്നിട്ട് ഞങ്ങൾ ഒരു ആഹാരം പോലും കഴിച്ചിട്ടില്ല കേട്ടോ. ഒന്നും കഴിച്ചില്ല, നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ ലോഡ് വല്ല റെഡി ആവും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ സമയം 6 മണിയാകുമ്പോൾ പോകുന്നു. ഇനിയിപ്പം എന്താ പരിപാടി വെച്ചാൽ കുറച്ചും കൂടി ഇട്ടാകുമ്പോൾ ഒന്ന് പോയിട്ട് ഇവിടെ നിന്ന് കുറച്ചും കൂടെ ദൂരം പോകാനുണ്ട്. അങ്ങോട്ടൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഇച്ചിരി ഇരുട്ടാകുമ്പോൾ വന്നിട്ട് കിടന്നുറങ്ങാം. പക്ഷേ ഫാനില്ല, അതുകൊണ്ട് ചന്ദനത്തിരിയോ കൊതുതിരിയോ എന്തെങ്കിലും വാങ്ങിക്കണം അല്ലേ. ഫുള്ള് മയിലൊക്കെ കരയുന്ന സൗണ്ട് കേൾക്കാമല്ലോ അല്ലേ. നമ്മളിപ്പോൾ എങ്ങോട്ടാ ഭക്ഷണം കഴിക്കാൻ? നമ്മൾ വയ്യെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഇരുട്ടുന്ന തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടേ കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ ഒരു ടോളൊക്കെ ഉണ്ട്. ടോളോ ഹോട്ടലോ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചു. ഇവിടെ ഹോട്ടലിൽ അടുത്തൊരു ചെറിയൊരു തട്ടുകട മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ ഒന്നും ഫുഡൊന്നുമില്ല. അപ്പം നേരെ പോയിട്ടൊരു ഹോട്ടലിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 7:30 ആകുമ്പോഴത്തേക്കൊക്കെ വന്നിട്ടേ നോക്കാം. ലോഡുണ്ടെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ കിടന്നുറങ്ങാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നിട്ട് നേരെ ഇവിടെ ഒരു ഹോട്ടലിൽ വന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ടോൾ പ്ലാസ ഉണ്ട് കേട്ടോ. ഈ ടോൾ പ്ലാസയുടെ അവിടെ വന്നിട്ട് നല്ല ഹോട്ടലും ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇനി നമുക്കത് വീണ്ടും നടക്കാം. 7:15 ആയിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഓട്ടോ ഇല്ലല്ലോ, അതുകൊണ്ട് നടന്ന് നേരെ പോയി വണ്ടിക്കകത്ത് കയറാം. ഫാനില്ലാതെ ഉറങ്ങാൻ പറ്റുമെന്നുള്ള കാര്യമാണ്. കൊതുകുതിരി മേടിക്കണ്ടേ അല്ലേ? കൊതുകുതിരിയുടെ മേടിച്ചിട്ട് പോവാം. കൊതുകുതിരി ചന്ദനത്തിരി മതി അല്ലേ. ഇതാണ് നമ്മളെ ടോൾ പ്ലാസ എന്ന് പറയുന്നത്. അതായത് ചെങ്കപ്പള്ളി ടോൾ പ്ലാസ കേട്ടോ. നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് സേലം റൂട്ടിൽ പോകുമ്പം മെയിൻ ടോൾ പ്ലാസ ആണ്. ആദ്യത്തെ ടോൾ പ്ലാസ ആണ് കേട്ടോ ഇത്. ഇവിടുന്ന് ഇനിയിപ്പോൾ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോയിട്ട് കുറച്ച് ദൂരം സർവീസ് ഉള്ള ഇവിടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്തിട്ടും. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും നമ്മൾ വണ്ടിയിൽ കിടക്കാൻ പോവാണ്. ആദ്യം കൊണ്ട് ഈ ഫ്രണ്ടിൽ കിടക്കും, ഞാൻ ബാക്കിൽ കിടക്കും അല്ലേ. എങ്ങനെയുണ്ട്? മറ്റേ വണ്ടി എന്ന് പറയുമ്പോ ഭയങ്കര വ്യത്യാസം തോന്നല്ലേ, ചെറുതായത് മറ്റേത് ഭയങ്കര സ്പേസ്, ഒത്തിരി പൊക്കമല്ലേ, ഭയങ്കര ഹൈറ്റിലല്ലേ ഇരിക്കുന്നല്ലേ. വീണ്ടും നമ്മൾ അതിനേക്കാളും സ്പേസ് ഉണ്ടല്ലോ ഇത്. രണ്ടുപേരും കിടക്കാമല്ലോ. അതെ, നമുക്കിത് അത്യാവശ്യം കുഴപ്പമില്ലാതെ രണ്ടുപേർക്ക് കിടക്കാം. ഫ്രണ്ടിൽ കൊണ്ട് ഇത് നിരപ്പായതുകൊണ്ടേ കിടക്കാൻ പറ്റും, കുഴപ്പമില്ല. എനിക്ക് ബാക്കിലും കിടക്കാം. പിന്നെന്ന് പറയുന്നത് എന്തോ, നമ്മൾ ഓട്ടോ ഒന്നും തുടങ്ങിയില്ല, വന്നിവിടെ കിടക്കുന്നതേ ഉള്ളൂ അല്ലേ. ആദ്യം തന്നെ റെസ്റ്റ് ആണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഫാനില്ല, അതൊരു പ്രശ്നമാണ്. പിന്നെ ഞങ്ങൾ എന്തെന്ന് വെച്ചാൽ കൊതുതിരി കത്തിച്ച്, ചന്ദനത്തിരി കത്തിച്ച് എല്ലാം ഒന്ന് പുകച്ചിട്ട്
തുറന്നു വിട്ട് എന്നിട്ട് ഇപ്പൊ അടച്ച്. പക്ഷെ വെളിയിൽ വലിയ ചൂടില്ലാത്തോണ്ട് കുഴപ്പമില്ല. ഇന്നും മൊത്തം ഒരു മഴ, വെയിലേ ഇല്ലായിരുന്നല്ലോ. പിന്നെ ഇവിടെ അത്യാവശ്യം തണുപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഒരു കാറ്റ് കിട്ടിയാലേ നമുക്കൊരു ശ്വാസം കിട്ടത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഫാനിന്റെ അങ്ങനെ എന്തെങ്കിലും ഒരു ശബ്ദം ഇല്ലെങ്കിൽ ഒരു രസമില്ല. അതങ്ങനെ ശീലമായിപ്പോല്ലേ. ഞാനപ്പോ ബാക്കിൽ കിടക്കാം കേട്ടോ. നമുക്ക് നാളെ രാവിലെ ഈ വള്ളിയൊക്കെ തൂങ്ങി കിടക്കുന്ന എല്ലാം അങ്ങ് മാറ്റണം. അത്രയൊക്കെ ഉള്ളൂ. പിന്നെന്ന് പറയുന്നത് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചന്ദനത്തിരി വാങ്ങിച്ചിട്ട് മൊത്തം ഒന്ന് കത്തിച്ചൊന്ന് പുകച്ച് കേട്ടോ. ഇടയ്ക്ക് കുറച്ച് കൊതുകുണ്ടായിരുന്നു, ഫാനും ഇല്ല. മറ്റേ നമ്മൾ എ സിക്കകത്ത് കൊതു വരും കേട്ടോ. കൊതു വരും, എവിടെയെങ്കിലൊക്കെ വരും. ഇതിനകത്ത് തന്നെ എവിടെയെങ്കിലൊക്കെ ഒളിഞ്ഞിരിക്കും കൊതു ഉള്ളൊരു പ്രശ്നം. അപ്പം നമ്മൾ ഫാനില്ല, എന്നാലും തണുപ്പുള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഒന്ന് ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ അറിയത്തില്ല. ഇന്ന് ഇവിടെ അത്യാവശ്യം നല്ല കാലാവസ്ഥ, അല്ലാതെ ഒന്നും വെയിലേ വന്നിട്ടില്ല. അപ്പം എന്താ ചെയ്യാം, നമുക്ക് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നലെ രാത്രി ഇതുകൊണ്ട് ഇവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ കിടന്നുറങ്ങി കേട്ടോ. അടിപൊളി ഉറക്കമായിപ്പോയി. വേറെ ഒന്നുമല്ല, ഇന്നലെ കൊതുകായിരുന്നു. കുറച്ച് നേരം ഉറങ്ങാൻ പറ്റിയുള്ളൂ. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഫാൻ ഇല്ലാത്തതുകൊണ്ട് കൊതുക് കൂടുതലായിരുന്നു. മാത്രമല്ല നമുക്ക് ചെറുതായിട്ട് ഗ്ലാസ് തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു, തണുപ്പുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉറങ്ങി നമ്മൾ ഡേ 2 കേട്ടോ. ഇവിടുന്ന് വേറെ ലോഡൊക്കെ ഉണ്ട്. അതായത് രാജമുന്ദ്രിയിലും കണ്ട ലോഡ് പറഞ്ഞു, പക്ഷേ അത് നമ്മൾ പോകുന്നില്ല. പോകാത്ത കാരണം എന്ന് വെച്ചാൽ അവിടുന്ന് റിട്ടേൺ ഒക്കെ ലോഡില്ലെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോഡ് പിടിക്കുന്നത് നമ്മളല്ല, കമ്പനിയാണ്. അതുകൊണ്ട് നമ്മളൊന്നും അറിയണ്ട. ഓട്ടമുണ്ടെങ്കിൽ അവർ പറയുക എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ പോവുക, അത്രേ ഉള്ളൂ. നമ്മളല്ല ലോഡ് പിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന വണ്ടിക്കകത്ത് നമ്മൾ അവൈലബിൾ ആയിരുന്നാൽ മാത്രം മതി. ലോഡാകുമ്പോൾ അവർ പറയും നമ്മൾ അങ്ങോട്ട് പോയാൽ മതി. ഇന്നലെ രാത്രി ഇതുകൊണ്ട് ഇവിടെ കൊണ്ടിട്ട് കേട്ടോ. ഇവിടെ കൊണ്ടിട്ടിട്ട് കിടന്നുറങ്ങി. എന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് തന്നെ എടുത്തിട്ടു. പക്ഷെ എനിക്കിത് മാത്രമേ ഉള്ളൂ. ആകെ കുട്ടി ഇങ്ങനെ വണ്ടിക്കകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, ഡ്രൈവിംഗ് സീറ്റിലൊക്കെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഞാൻ ആരെങ്കിലും ഒന്ന് നോക്കണം, നമുക്ക് ഫാനിൻ്റെ റെഡിയാക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന്, അല്ലെങ്കിൽ സ്കൂട്ടർ എല്ലാം വാങ്ങിക്കാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ നമ്മളെ കിളി കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലായിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഉറക്കമൊക്കെ? രാത്രി മൊത്തം പുകച്ച ഉറങ്ങിയല്ലേ? രാത്രി മൊത്തം പുകച്ചുള്ള ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ മഹീന്ദ്രയുടെ ചെറിയ വണ്ടിയുണ്ട്, സൂപ്പർ ട്രക്ക്, സുപ്രോ. ഇവരൊക്കെ നമ്മളെ കമ്പനിയായിട്ടോ ഇവിടെ വന്ന്. പിന്നെ മഴയാണ് പ്രശ്നം. ഇവിടെ എല്ലാം ചെളി പുളിയായി കിടക്കുമോ. ഇവനെ നമുക്ക് ഹൈവേയിലുള്ള വഴിയെ കാണിച്ചു തന്നെ കേട്ടോ. അപ്പം വണ്ടിക്ക് ഓട്ടോ ആയിട്ടില്ല. അത് ഇതിനകത്തുള്ളതാണ്. നമ്മൾ സ്ഥിരം എല്ലാ വണ്ടി പോകുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് മെയിനായിട്ട് ഓട്ടം ഇല്ല എന്നല്ല, എടുക്കാതെ നല്ല ഓട്ടം നോക്കി അവർ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഏഷ്യറിൻ്റെ ചാകരയാണ്. ഏഷ്യർ വണ്ടികളാണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് ഇറങ്ങുന്നത്. 0 ഡൗൺ പേയ്മെൻറ്റിലൊക്കെ ഏഷ്യർ വണ്ടി കൊടുക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് ഒത്തിരി ഡ്രൈവേഴ്സ് സ്വന്തമായിട്ട് വണ്ടിയൊക്കെ എടുത്ത് ഇവിടെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മഴ പെയ്യാൻ തുടങ്ങി. ഞാൻ എന്തായാലും മഴ പോയിട്ട് വേണം ഇനി ഫാൻ റെഡിയാക്കാൻ വല്ലതും പറ്റുമോ. അതിൻ്റെ ഇടയ്ക്ക് ഓട്ടം വരുവാണെങ്കിൽ അങ്ങോട്ട് പോകണം. അപ്പം നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ. നമുക്ക് ചെറിയൊരു ലോഡ് വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് തിരുപ്പൂർ പോയിട്ട് ലോഡ് എടുത്തിട്ട് നമ്മൾ മാളൂർ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൻ്റെ അടുത്തുള്ള മാളൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടുള്ള ഒരു ലോഡാണ് കേട്ടോ. ഒരു 350 കിലോമീറ്ററുള്ള ലോഡാണ് നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വണ്ടി ആദ്യമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. റോഡ് ഏഷ്യറിൻ്റെ വണ്ടിയിലുള്ള യാത്രയാണ് കേട്ടോ. സീറ്റ് ബെൽറ്റ് വലിഞ്ഞു മുറുക്കും. നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പോവല്ലേ? റെഡിയല്ലേ നീ? ഇവിടെ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്തറിയോ, ഡീസൽ അടിക്കണം. ഇതിനകത്ത് മെയിൻ്റെനൻസിൻ്റെ സൗണ്ടാണ് കേട്ടോ കാണിക്കുന്നത് മീറ്ററിൽ നിന്ന്. അതാണ് ഒരു കീക്കി അടിക്കുന്നത്. നമുക്ക് ആദ്യം നേരെ പമ്പിൽ പോയിട്ട് കാണാം. പമ്പിൽ പോയിട്ട് നമുക്ക് ഡീസൽ അടിക്കാം. ഇത് പിന്നെ ഇവിടെ എല്ലാം ഉണ്ടോ ഫുള്ള് ചെളിപൊളിയാണ്. പക്ഷെ നമ്മളിത് എന്താ പറയുക, 6 വീല് വണ്ടി ആയതുകൊണ്ടേ നമുക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ. മറ്റേ 12 വീലാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർന്നല്ലേ. 12 വീല് റോഡിൽ നിന്ന് വെളിയിലോട്ട് ഇറക്കിയാൽ അപ്പോഴേ താഴും. ഇത് കണ്ടോ, ഇത് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ഈ നമ്മളെ കമ്പനി ഡീസൽ അടിക്കുന്ന സ്ഥലം. ഈ തൊട്ടപ്പുറത്ത് തന്നെയാണ്. തൊട്ടപ്പുറത്ത് പറഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത്. അപ്പോൾ അവിടെ പോയി ആദ്യം നമുക്ക് ഡീസൽ അടിക്കാം. ഫുള്ള് ചെളിപൊളിയാണ്. നാളെ നല്ല മഴയായിരുന്നു ഇവിടെ 2 ദിവസമായിട്ട്. നല്ല മഴ എന്ന് പറഞ്ഞാൽ നമ്മളവിടുത്തെ പോലെ ഭയങ്കരമായ മഴ പെയ്തില്ല. ഇത് നിൽക്കാതെ ഇങ്ങനെ ചാറിക്കൊണ്ടേയിരിക്കും. ഇതെല്ലാം ഡെലിവറിയുടെ വണ്ടികളാണ്. ഹോൺ നല്ല
ഈ ഹോണേ ഉള്ളൂ, ഈ ഹോൺ അടിയുന്നില്ല കേട്ടോ. ഇതാണ് നമ്മളെ ഹോൺ. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് റോഡിലോട്ട് കയറാം. നമ്മൾ ഇതിനുമ്പോ ഏഷ്യർ വണ്ടി ഓടിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മള് ഡീസലൊക്കെ അടിച്ചിട്ട് നമ്മളെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോ ഒരു 10,000 രൂപയുടെ ഡീസൽ അടിച്ചു. നമ്മൾ നേരെ ഹൈവേയിലോട്ട് കയറിട്ടോ. ഇവിടുന്ന് ഒരു 17 കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് ഈ പറഞ്ഞ തിരുപ്പൂരിന്റെ അടുത്തുള്ള ഈ ലോഡ് കയറേണ്ട സ്ഥലം കേട്ടോ. അത്രേ ഉള്ളൂ, അടുത്ത് തന്നെയാണ്. ഇത് നമ്മള് മറ്റേ വണ്ടി നമ്മൾ അധികം ഹൈവേയിൽ പോകത്തില്ലല്ലോ. ഇത് ഫുൾ ഹൈവേയിലാണ് കേട്ടോ. ഹൈവേ ഓട്ടമാണ് കൂടുതൽ. പിന്നെ AC ന്റെ ഫാനും ഇല്ല. ഫാന് വർക്കാവും, കുറെ 2-3 തട്ടൊക്കെ കൊടുക്കുമ്പോൾ വർക്കാവുന്നുണ്ടല്ലേ. പക്ഷെ ഇവിടെ ഇപ്പൊ കാലാവസ്ഥ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് 2 ദിവസം കുഴപ്പമില്ലാതെ. കാലാവസ്ഥ കുഴപ്പമില്ലാത്തതുകൊണ്ട് സാധാരണ കോയമ്പത്തൂർ വരുമ്പോ ഭയങ്കര ചൂടും ഒക്കെ ആയിരുന്നു, പൊടിയും. പക്ഷെ ഇപ്പൊ ചെറിയ മഴയുള്ളത് കൊണ്ട് പൊടിയും കുറവാ, ചൂടും കുറവാ. ഒരു കാര്യമായി. എന്തായാലും നമുക്ക് എവിടെയെങ്കിലൊക്കെ സമയം കിട്ടുമ്പോൾ നമുക്ക് ഫാൻ ഒന്ന് റെഡിയാക്കണം. അതാണ് മസ്റ്റ്. ഫാനില്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. അടിപൊളി ഹൈവേ അല്ല ഇത്. നമ്മുടെ സേലം, അതായത് എന്താ പറയാ, കൊച്ചി സേലം ഹൈവേ ഇല്ലേ, ആ ഹൈവേ ആണ് കേട്ടോ. നമ്മൾ ആദ്യം കണ്ടെയ്നറുമായിട്ട് ഈ റൂട്ടിൽ കൂടെ തന്നെയല്ലേ പോയത്? നമ്മൾ ഈ റൂട്ടിൽ തന്നെയാണ് പോയത്. നമുക്ക് എന്താ ലോഡ് നിന്നും അവർ പറഞ്ഞില്ല, അതെന്തോന്ന് ചോദിക്കണം കേട്ടോ. അവിടെ ചെല്ലാൻ പറഞ്ഞു, ചെന്നിട്ട് മെസ്സേജ് അയക്കാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല ലോഡിന്റെ കാര്യം. ലോഡെല്ലാം കമ്പനി പിടിച്ചു തരും. പിന്നെ ഡീസലും അവർക്ക് ഇവിടെ പമ്പുണ്ട്, ആ പമ്പിൽ അടിക്കും. സ്ഥിരം പമ്പാണ്. ഇവിടെ എല്ലാരും പറക്കുവാണല്ലോ. ഹൈവേ അല്ല, എല്ലാവരും വിട്ട് പോവാ. നമ്മൾ ഈ ട്രിപ്പ് കഴിയുമ്പോഴത്തേക്ക് ആ ട്രാക്കിൽ വരത്തുള്ളൂ. കുറെ നാളായില്ലേ നമ്മൾ റെസ്റ്റ് എടുക്കുന്നത്. സ്പീഡിലൊക്കെ പോകും, അങ്ങനെ ഗുണമുണ്ട്. നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. മറ്റേ നമ്മള് 30-40 പോകുന്നല്ലേ, 60-70 അങ്ങ് സുഖമായിട്ട് പോകും കേട്ടോ. അപ്പൊ 2 മണിയാകുമ്പോൾ അവിടെ 2 മണിക്കൂറിൽ അവിടെ എത്തണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നേരെ അങ്ങോട്ട് പോവാണ്. അല്ലെങ്കിൽ ഇന്നലെ നാളത്തേക്ക് മാറ്റുമെന്ന് പറഞ്ഞിട്ട് പോകും. അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ലോഡ് എടുക്കാം. ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ഈ റോഡ് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ യൂട്ടേൺ അടിച്ച് ഇവിടെ നിന്ന് 3 കിലോമീറ്ററേ ഉള്ളായിരുന്നു കേട്ടോ നമ്മളെ കമ്പനിയിലോട്ട്. ഇവിടെ എത്തിയിട്ട് ഞാൻ വളച്ച് വണ്ടി, ഇവിടെ ഹമ്പ് വന്ന് ഞാൻ ഗിയറിട്ട് വണ്ടി എടുക്കുന്നു, വണ്ടി മൂവ് ആവുന്നില്ല. സംഭവം ഉണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് ക്ലച്ച് പോയെന്നാ തോന്നുന്നു കേട്ടോ. ഇതിനകത്ത് മെയിൻ്റെനൻസ് റിക്കോർഡ് എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആഡ് ബ്ലൂവിന്റെ ആണോന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ആഡ് ബ്ലൂവിനും അങ്ങനെ വരാൻ വഴിയുണ്ട്. ആഡ് ബ്ലൂ ഇല്ല അതുകൊണ്ടോ ക്ലച്ച് ഇളക്കി ആക്സിഡന്റ് കൊടുത്തിട്ട് വണ്ടി മൂവ് ആവുന്നില്ല. ആദ്യത്തെ ദിവസം തന്നെ അടിപൊളി ആയിപ്പോയല്ലോ. ഞങ്ങളെ കുറ്റമല്ല, നമ്മൾ ഈ വണ്ടിയെ കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല. വേറെ ആൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയല്ലേ, നമ്മൾ കയറി ആകെ 10 കിലോമീറ്റർ ഓടിച്ചതേ ഉള്ളൂ. നമ്മളെന്ത് ചെയ്യാൻ പറ്റും? ഇതാ ബസ് ഗിയർ ഇട്ടിട്ട് ചിലപ്പോൾ ആഡ് ബ്ലൂവിൻ്റെ വരാറുണ്ട് കേട്ടോ. ഏഷ്യറിന് ആഡ് ബ്ലൂ കുറവാണെങ്കിൽ വണ്ടി മൂവ് ആകത്തില്ല, വണ്ടി പമ്പി വയ്ക്കും. പക്ഷെ ഇത് തീരെ അനങ്ങുന്നില്ല. മറ്റേ ആഡ് ബ്ലൂ കുറയുമ്പോൾ ഒരു അനക്കെങ്കിലും വരുമല്ലോ. ഇതിപ്പോൾ എഞ്ചിനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പോലെയാണ് കേട്ടോ. ഗിയർ ഇട്ടിട്ട് ക്ലച്ച് റിലീസ് ആകുമ്പോൾ വണ്ടി മൂവ് ആവുന്നില്ല, ഓഫ് ആവുന്നില്ല. ക്ലച്ചിൻ്റെ ആവാനാണ് ചാൻസ് എന്നാണ് തോന്നുന്നത്. പറയണ്ടല്ലേ? അല്ല, ഇതിനു മുന്നേ നമ്മൾ മറ്റേത് ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ പമ്മിട്ടൊക്കെ. അത് ഇതിനകത്ത് ആഡ് ബ്ലൂവിന്റെ വിഷയം വരുമ്പോൾ അങ്ങനെ വരാറുണ്ട്. അങ്ങനെ കമ്പനി ഇപ്പൊ ഇൻഫോം ചെയ്തോ. എന്തോ ഭാഗത്ത് ഞാൻ അപ്പോഴേ സൈഡ് ഒതുക്കി കേട്ടോ. റിവേഴ്സിൽ മൂവ് ആവുന്നില്ല. ഇനി അവര് വരട്ടെ. അല്ലാ, പണിയായി. ഇനിയിപ്പോൾ ഇത് ക്ലച്ചിന്റെ പണിയാണെങ്കിൽ സമയം എടുക്കും. ഇനി ആഡ് ബ്ലൂവിന്റെ ആണെങ്കിൽ നമ്മൾ ആഡ് ബ്ലൂ ഒഴിച്ച് നോക്കും. ഈ ആഡ് ബ്ലൂ വന്നാൽ പിന്നെ എന്തൊരു മെനക്കേടാണ്. BS4 വണ്ടിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ലേറ്റ് ആയ ഇന്ന് ലോഡ് കയറ്റത്തില്ലായിരിക്കുമല്ലോ. എവിടെ 2 മണിക്ക് എത്ര എന്ന് പറയുന്നത് 2:05 പിന്നെ ലോഡ് കയറ്റത്തില്ല. നമ്മൾ കറക്റ്റ് ഈ സമയത്ത് അവിടെ എത്തേണ്ടതാണ്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഓഫ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കാം. എന്താ പറയാ, ഇഷ്ടമായിപ്പോയല്ലോ. കോമഡി തന്നെ. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇന്ന് ഓട്ടം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് രാത്രിയൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നത്. ഇനി കുറച്ച് നേരം വെളിയിൽ നിന്ന് കാറ്റുള്ള അവർ വരട്ടെ. ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ വന്നാണല്ലോ നമ്മൾ. എന്തായാലും നോക്കാമല്ലോ, വണ്ടി കിടക്കുന്നത് നോക്കട്ടെ. ഇവിടെയാണ് കേട്ടോ കിടക്കുന്ന വണ്ടി. എന്തായാലും ഭാഗ്യത്തിന് ഒതുങ്ങിയാണ് കിടക്കുന്നത്. അതിലേക്കൂടെ ലോറിയൊക്കെ പോകാൻ പറ്റും. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ സർവീസ് സെൻറ്ററിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ട്
അവർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. ഇവിടെ അവിനാശി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇതിൻ്റെ അടുത്ത്. അപ്പോൾ അവിനാശിന്ന് ഇനി ആൾ വരും അല്ലേ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താ ചെയ്യുക, പറഞ്ഞിട്ടല്ല, വണ്ടിയല്ലേ, വണ്ടിയാകുമ്പോൾ അങ്ങനെയാണ്. നമുക്ക് ഫസ്റ്റ് ഡേ കിട്ടി, അത് വരുവാണെങ്കിൽ നന്നായി. ആദ്യം തന്നെ കംപ്ലൈൻ്റ് ആയതുകൊണ്ട്. നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ അത്യാവശ്യം ഒതുങ്ങി കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് നമുക്കിവിടെ നിൽക്കാം. ഈ ഐഷർ വണ്ടിയിൽ ഇതിനു മുമ്പേ ഞങ്ങൾ ഓടിയപ്പോഴും ചെറിയ കംപ്ലയിൻറ്റ്സ് കാണിക്കാറുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇപ്പോൾ ഇത് MIL അതിപ്പം കെട്ടുപോയി. പിന്നെ ആഡ് ബ്ലൂവിൻ്റെ ഒക്കെയാണ് കണ്ടോ, പക്ഷേ മെയിൻ്റെനൻസ് റിക്വേർഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഞാൻ കണ്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാം, അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇരിക്കട്ടെ, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം വണ്ടി സ്റ്റാർട്ടാക്കാണ്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കി, ഫസ്റ്റ് ഗിയറിലിട്ടു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. ക്ലച്ച് കണ്ടോ, ഇത് ക്ലച്ച് പോയതാണെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ക്ലച്ച് കംപ്ലീറ്റ് റിലീസ് ചെയ്തിട്ടും വണ്ടി മൂവ് ആവുന്നില്ല. ക്ലച്ച് ആണെങ്കിൽ കുറച്ചും കൂടെ ഫ്രീ ആയ പോലെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഭയങ്കര ഫ്രീ ആയി ക്ലച്ച്. നമുക്ക് സാധാരണ നമ്മൾ ചെക്ക് ചെയ്യുന്ന വെച്ചാൽ ക്ലച്ച് ഓക്കെ ആണോ എന്ന് പറയണമെങ്കിൽ നമ്മളത് തേർഡ് ഗിയർ ഇട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഏകദേശം അറിയാൻ പറ്റും. ഇതിപ്പോൾ തേർഡ് ഗിയർ ഇട്ടാലും വണ്ടി അനങ്ങുന്നില്ല. കണ്ടോ, ഒന്നും ആവുന്നില്ല. കണ്ടോ, വണ്ടി ഓഫ് ആവുന്നില്ല. അപ്പോൾ ക്ലച്ചും എഞ്ചിനുമായിട്ടുള്ള ബന്ധമില്ലാത്ത പോലെയാണ് കാണിക്കുന്നത്. ചേട്ടനെ പരിചയപ്പെട്ടു. അപ്പോൾ ചേട്ടൻ എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചാൽ, എവിടെ നിന്നാണ് വരുന്നത് ചേട്ടാ? അയോധ്യന്ന് വരുവാ കേട്ടോ. അയോധ്യന്ന് നടന്നു വരുവാ അല്ലേ? 3 മാസം 3 മാസമായി. 3 മാസത്തേക്കാണ്. ഈ മാസം ലാസ്റ്റ് ആകുമ്പോൾ 3 മാസമാവും. 3 മാസമാവും. 60 ദിവസമായി നടക്കുന്നത്. അത് ശരി. എവിടത്തേക്കാ പോകുന്നത്? ശബരിമല. ശബരിമല, അയോധ്യ ശബരിമല അല്ലേ? നാട്ടിലെവിടെയാ? കണ്ണൂര്. കണ്ണൂരാ? കണ്ണൂർ എവിടെ? കണ്ണൂർ കൂത്തുപറമ്പ്. കണ്ണാവോ കൂത്തുപറമ്പ് അല്ലേ? എത്ര പേരുണ്ട് നിങ്ങള്? നമ്മള് 3 ആള്, ടോട്ടൽ 3 ആള്. ആക്ച്വലി 2 ആള് നടക്കുന്ന, ഒരാൾ വണ്ടി എടുത്തിട്ട് നമ്മളെ ബാഗും കാര്യങ്ങളെല്ലാം ആയിട്ട്. താമസമൊക്കെ? താമസം ഓരോ അമ്പലവും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇങ്ങനെ പോകുന്ന നാട്ടി. അതെ അല്ലേ? അപ്പൊ കൂടെ വന്നവരങ്ങ് നടന്നു പോയി കേട്ടോ. വെച്ച് പിടിച്ചു. അതെ അതെ, എന്തായാലും കണ്ടത് സന്തോഷം കേട്ടോ. ആയിക്കോട്ടെ. സമയം എപ്പോ എത്തും ശബരിമലക്ക്? നമ്മൾ ഈ ഡിസംബർ 20-25 അവിടെ എത്തണം അല്ലേ? 25 എത്തണം. അതാണ് പ്ലാൻ അല്ലേ? ശരി എന്നാ, ഓക്കെ. സമയ ശരണമയ്യപ്പ. സമയ ശരണമയ്യപ്പ. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാമി പോയി. സമയം 4:15. നമ്മൾ ഏകദേശം 2 മണിക്ക് ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ടാണ് വിളിച്ച് പറഞ്ഞു. കുറച്ച് സമയം എടുത്തു. അവരിപ്പോൾ വരുമെന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താവുമെന്നൊന്നും ഒരു പിടുത്തമില്ല. നമ്മളെ ഇന്ത്യൻ സ്റ്റൈൽ കേട്ടോ. നമ്മളെ ഇതില്ല, ഹസാർഡൊന്നും കണ്ടില്ല, അതുകൊണ്ട് കുറച്ച് പോച്ചയൊക്കെ പറിച്ച് സൈഡിലും ബാക്കിലൊക്കെ ഇട്ട്. നമ്മളെ ഇന്ത്യൻ സ്റ്റൈൽ അതാണല്ലോ, വാണി. ഹസാർഡിൻ്റെ അത് എവിടെയാണെന്ന് അറിയാൻ വയ്യ കേട്ടോ. നമ്മൾ ഈ വണ്ടിയിൽ പുതിയല്ലേ, സാധനങ്ങളൊക്കെ എവിടെയാണെന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി പോച്ചയൊക്കെ പറിച്ചിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സ്ഥലത്ത് നിന്ന് ഈറോഡ് 63, ധർമ്മപുരി 191, ഓസൂർ 286, സേലം ഇവിടുന്ന് 124 കിലോമീറ്റർ ദൂരമുണ്ട്. അതിലിവിടെ റെസ്റ്റ് എടുക്കുക. കാണുന്നില്ലല്ലോ, വരുമായിരിക്കും. വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വന്നിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ക്ലച്ച് ചവിട്ടി നോക്കിയവർ, ക്ലച്ച് ചവിട്ടി നോക്കിയപ്പോഴത്തേക്ക് ക്ലച്ചൊന്നും ആവുന്നില്ല. അപ്പം ചെക്ക് ചെയ്യാം കേട്ടോ. അടിയിൽ പ്ലൈവുഡാണോ പോകുന്നത്? കണ്ടിട്ട് പ്ലൈവുഡ് പോലെ തോന്നുന്നല്ലോ. അല്ലല്ല, പ്ലൈവുഡ് അല്ല. പ്ലൈവുഡ് ഏത് ലോഡാന്നൊക്കെ ആതിരൊക്കെ അറിയാമല്ലേ? ആതിര ഇപ്പോൾ ലോറിയിലൊക്കെ പോയി ലോറി കണ്ടാൽ പറയും അല്ലേ? ഇരുത്തം വരും, പ്ലൈവുഡൊക്കെ ഇരുത്തം വരും. അതെ. പിന്നെ പഞ്ചസാര അല്ല, പ്ലൈവുഡ് ഇരുത്തല്ല, പ്ലൈവുഡ് നല്ല ലെവലായിരിക്കും. അതെ അതെ അതെ. പ്ലൈവുഡ് ആകുമ്പോൾ ഇങ്ങനെ നല്ല ലെവലായിട്ട് ഇരിക്കും കേട്ടോ. എന്തായാലും പുള്ളി റെഡിയാക്കുന്നുണ്ട്, നോക്കട്ടെ. പുള്ളി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞോ. ഫുൾ അഡ്ജസ്റ്റ് ചെയ്തു, ക്ലച്ച് എയറൊക്കെ റിലീസ് ചെയ്തു. ഇപ്പോൾ ബിയറിംഗ് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. നോക്ക്, ഓടിച്ച് നോക്കിയിട്ട് ഒരു 10 കിലോമീറ്റർ ഓടിച്ച് നോക്കാൻ പറഞ്ഞു. പുള്ളിക്കാരൻ പുറകെ വരും കേട്ടോ. ഇപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് ക്ലച്ച്. ഓടിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ ഓട്ടം പോയിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. ഇടയ്ക്ക് വെച്ച് കിടക്കേണ്ടി വരും. ഇടയ്ക്ക് വെച്ച് ഇതുപോലെ ആവുമോ അറിയത്തില്ല, നോക്കാം. ഈ സർവീസ് റോഡിൽ കൂടെ
ചാവോ എന്നുള്ള ഒരു പേടിയേ ഉള്ളൂ അല്ലേ? ഓക്കെയാണ്. മെയിൻ്റെനൻസ് റിക്കോർഡ് തന്നെ കാണിക്കുന്നു. അത് പറയണം. കുഴപ്പമില്ലേ? കംപ്ലൈന്റ് മാറിയിട്ടില്ല കേട്ടോ. കണ്ടോ, കംപ്ലൈന്റ് മാറിയിട്ടില്ല. കാരണം ഇപ്പോൾ റേസ് ആവുന്നത് മാത്രമേ ഉള്ളൂ, വണ്ടി പോകാറില്ല. അത് ഫുൾ ചവിട്ടി പിടിച്ചിരിക്കും. ആക്സിലേഷൻ മാത്രമേ ആവുള്ളൂ. അപ്പോൾ പണി കഴിച്ചല്ലോ. ആണല്ലോ. ഇനി എവിടുന്ന് ഇറങ്ങും? സർവീസ് റോഡിൽ 10 കിലോമീറ്റർ പറഞ്ഞാൽ ഞാൻ ഇതിനകത്തോട്ട് പോയി. ഇവിടെ ഇനി ഇവിടെ കിടക്കേണ്ടി വരുമല്ലേ? ഒതുക്കാൻ പറ്റുന്നു ഇവിടെ. ഇല്ലല്ലേ? വണ്ടി അവിടെ വരും. നമ്മളെ വർക്ക്ഷോപ്പിലാണ് നമ്മൾ പുറകെ കേട്ടോ. അത് ഇതില്ല, വണ്ടി വലിയ റീസേ നിൽക്കുക. എങ്ങനെയെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു. താഴെ മേളിൽ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലച്ച് ഇപ്പം താഴെയും കൂടെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയിട്ട് എന്നാലും നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല. നമ്മൾ ലോഡിനെടുത്തിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് 18-20 കിലോമീറ്റർ ഉണ്ട്. പല്ലടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് സർവീസ് സെൻ്റർ. അങ്ങോട്ട് കൊണ്ടുവന്നു നോക്കാം. ഒരു രക്ഷയില്ല. നമ്മൾ വീണ്ടും ഒതുക്കിയിട്ട് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ ഷോറൂമിൽ തന്നെ കൊണ്ടുപോണ്ടി വരും. ചിലപ്പോൾ നല്ല മിക്കവാറും കൊണ്ടുപോണ്ടി വരും. ഷോറൂം വേണം 26 കിലോമീറ്റർ ഉണ്ട്. പല്ലടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകേണ്ടത്. അപ്പോൾ പുള്ളി നോക്കുന്നത് റെഡി ആവുകയാണെങ്കിൽ പോവും, ഇല്ലെങ്കിൽ പയ്യെ ഇതുവരെ അഡ്ജസ്റ്റ് ചെയ്താണ് കൊണ്ടുപോകേണ്ടി വരും എന്നാണ് പറയുന്നത് കേട്ടോ. ഇന്നത്തെ കാര്യം കഷ്ടമായപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വന്നാൽ ഇപ്പോൾ സമയം കണ്ട് 5:30 ഹൈവേയിലാണ് നമ്മളിങ്ങനെ കേട്ടോ. വണ്ടികളൊക്കെ പറന്ന് പോകും. ഈ വണ്ടി നല്ല കാറ്റ് പിടിക്കും, വലിയ ബോഡി ആയതുകൊണ്ടേ അടുത്തൂടെ വണ്ടി പോകുമ്പോൾ തന്നെ നടന്ന് കുലുങ്ങും. നമ്മളെ വണ്ടി വഴിക്കായപ്പോൾ കണ്ടോ, ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാർ പെട്ടെന്ന് വന്ന് അവർ വന്നിട്ട് കണ്ടേ ഈ ഹസാർഡിൻ്റെ ഇത് വെച്ച് അത് സേഫ്റ്റി ആയല്ലോ. അതെന്തായാലും നല്ല സർവീസ് കേട്ടോ. അവരിങ്ങോട്ട് വന്ന് എല്ലാം വെച്ചിട്ട് പോയി. എന്നിട്ട് ഇനി നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ഇത് മാറ്റി വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇരുട്ടാവും കേട്ടോ. സമയം ഇപ്പോൾ 6:40 6:40 തന്നെ ഇരുട്ടായി കേട്ടോ. അതുകൊണ്ട് അതിലിവിടെ നിൽക്കുന്നു, ഇരുട്ടത്തിറങ്ങി വെളിയിൽ നിൽക്കുന്നു. പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര പാടാട്ടോ. ഇവിടെ എത്തി നോക്കുമ്പോണ്ടോ വണ്ടികളൊക്കെ പറന്ന് വരുക. ആ സൈഡോട്ട് പോകണ്ട. ഇവിടെ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുക. നമുക്കിത് ബാക്കോട്ട് ഇതോ എന്തോ ചെയ്യാനാന്ന് പറ. പണിയൊന്നും ആയില്ല. ഒന്നാമത് ഡേഞ്ചറാണ്. കാരണം എന്ന് വെച്ചാൽ വണ്ടികളെല്ലാം നല്ല സ്പീഡിലല്ലേ വരുന്നത്. നമ്മൾ ആ റിഫ്ലക്റ്റിങ്ങിൻ്റെ അത് വെച്ചുകൊണ്ട് കാര്യമായി. ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായാണ് കേട്ടോ. ഇതിലിട്ട് എന്തായാലും ഒന്ന് കുറച്ച് നേരം കൂടെ ഞങ്ങൾ നോക്കിയിട്ട് എന്താ തീരുമാനിക്കാം കേട്ടോ. മാറി നിൽക്കാം ഇവിടെ. നമ്മളെ മൊത്തം ഇരുട്ടായിപ്പോയി. നമ്മൾ അവിടെ നിന്ന് വീണ്ടും വന്നു കേട്ടോ. വീണ്ടും വന്നിട്ട് പിന്നെയും പോയി. എത്ര കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് ഒരു സാധനം ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇരുട്ടാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് ക്ലച്ച് ബൂസ്റ്റർ എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ. ഇത് മാറേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അത് നമ്മളിപ്പോൾ കമ്പനിയിൽ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവർ അപ്രൂവൽ തന്നു കഴിഞ്ഞാൽ ഇത് മാറണം കേട്ടോ. ഇത് മാറിയാലേ ശരിയാവും എന്നാണ് പറയുന്നത്. മൊത്തം ഇരുട്ടായിരിക്കണം കേട്ടോ. അത് നമ്മളെ ബ്രദർ ഇവിടെ ഉണ്ട്, നമ്മളെ റെഡിയാക്കുന്ന ആളെ വർക്ക്ഷോപ്പിലെ ബ്രോ ഇവിടെ ഉണ്ട്. ആതിര വണ്ടിക്കകത്തിരിക്കുന്നു. നമ്മൾ അവിടെ നിന്ന് മാറി കുറച്ച് ഇപ്പുറത്തൊരു സർവീസ് സെൻറ്ററിൽ കൊണ്ടുവന്ന്, സർവീസ് സെൻറ്ററിലെ സർവീസ് റോഡിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ട് കേട്ടോ. എന്തായാലും ഹൈവേന്ന് മാറി നമ്മൾ സർവീസ് റോഡിലെത്തി. കഷ്ടം തന്നെയാണ്, എന്ത് ചെയ്യാനാ. വണ്ടിക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഇത് മാറാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മളെല്ലാം ഊരി കേട്ടോ, എല്ലാം താഴത്തെ കാര്യങ്ങളെല്ലാം ഊരി വെച്ചിരിക്കുകയാണ്. ഇനി അവിടെ നിന്ന് അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഫിറ്റ് ചെയ്യും. എന്തായാലും അവർ വിളിച്ചോട്ടെ. സമയം എന്ന് പറയുന്നത് നമ്മുടെ 7:30. ഇന്ന് ഉച്ചയ്ക്ക് ചോറ് പോലും നമുക്ക് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചതാണ്, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇതെന്തെങ്കിലും തീരുമാനമായാലല്ലേ എന്തെങ്കിലും കഴിക്കാനേ പറ്റത്തുള്ളൂ. സാരമില്ല, നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം, ഇവിടെ നിൽക്കാം. ഇവിടെ ആകുമ്പോൾ കുഴപ്പമില്ല, കുറച്ചും കൂടെ സർവീസ് റോഡിൽ നിന്ന് ഒതുങ്ങിയാണ് നിൽക്കുന്നത്. നമ്മൾ വീണ്ടും കുറച്ച് ദൂരം ഓടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി റെഡി ആയിട്ട് നമ്മൾ പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ പൈസ കൊടുക്കാൻ വേണ്ടി ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വർക്ക്ഷോപ്പിലെ ബ്രദർ ഇവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് മേളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. എന്തായാലും ഇന്ന് എത്ര സമയം എത്രയായോ? 11 മണിയായി കേട്ടോ. രാത്രി 11 മണിക്കാണ് നമ്മളെ പണി തീർന്നത്. അപ്പം നമ്മൾ അവിടെ നിന്ന് തിരിച്ചൊരു 10-15 കിലോമീറ്ററോളം ഓടിച്ചൊക്കെ നോക്കി കേട്ടോ. നോക്കിയപ്പോൾ ഇപ്പോൾ ഓക്കെയാണ് കാണിക്കുന്നത്. ഇരുട്ടാണല്ലോ, കാണാവോ? ഓക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം തന്നെ നമ്മൾ വീണ്ടും എത്തി കേട്ടോ. എന്നിട്ട് ഇപ്പോൾ കമ്പനിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് നിങ്ങൾ വീട്ടിലോട്ട് പോകുന്നേ പോയിക്കോ, നാളെ ഞായറാഴ്ചയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ വീട്ടിൽ പോകാമെന്ന് വെച്ചു. വീട്ടിൽ പോയിട്ട് തിങ്കളാഴ്ച വിളിക്കുകയാണെങ്കിൽ വരാം, ലോഡുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞ് അല്ലേ, വിളിക്കുകയാണെങ്കിൽ വരാം. അപ്പം തിങ്കളാഴ്ച ലോഡുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി നേരെ വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് വീട്ടിൽ പോകണം.